ചൂരൽമല ഭാഗത്ത് മഴ ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ പുഴയ്ക്ക് കുറുകെ നേവിയുടെ ഈ പാലം പണി വളരെ സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പിന്നെ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. അതുകൂടാതെ തന്നെ നേവിയുടെ പാലം പണി കൂടുതൽ നടക്കുന്നുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ ചൂരൽമല കേന്ദ്രീകരിച്ച് തന്നെ കൂടുതൽ വീടുകളും തകർന്ന കെട്ടിടങ്ങളുടെ അടിയിലൊക്കെ പിന്നെ കൂടുതൽ JCB-കളും ഇറ്റാച്ചുകളും വെച്ച് എത്തിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇതാണിപ്പോ പിന്നെ ചൂരൽമല ഭാഗത്ത് നടക്കുന്നത്. കൂടുതൽ ചൂരൽമലയ്ക്ക് കുറച്ച് മുകളിലേക്കായിട്ട് പള്ളിയിൽ നിന്ന് ഒരു മൃതദേഹം ഇപ്പൊ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണ് നിലവിലെ ഇവിടുത്തെ സാഹചര്യം. മഴ നന്നായിട്ട് ശക്തമായിട്ട് തന്നെ ഇവിടെ പെയ്യുന്നുണ്ട് ഇപ്പോൾ. അരുൺ, നിലവിൽ ഈ ആശുപത്രികളിലെ സാഹചര്യം എങ്ങനെയാണ്? ഈ മൃതദേഹങ്ങളൊക്കെ പലതും തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ എങ്കിലും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് വളരെ കുറച്ചാണ്. സംസ്കാര നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ? ആശുപത്രിയിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. നമ്മളിപ്പോ ഈ പ്രദേശത്താണ്, ഈ ദുരന്തമുഖത്താണുള്ളത്. ആശുപത്രി ഇവിടുന്ന് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്നതനുസരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ആശുപത്രി ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ മാറിയിട്ടാണ് ആശുപത്രി ഉള്ളത്, മേപ്പാടിയുള്ളത്. ഇത് നമ്മൾ ചൂരൽമല എന്ന് പറഞ്ഞ ദുരന്ത ബാധിത പ്രദേശമാണ്. ശരി, ചൂരൽമല ഭാഗത്താണ് ഇപ്പോൾ അരുൺ ചീരാലുള്ളത്. അരുൺ നൽകുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തിട്ടുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ശക്തമായ മഴയും ഇതിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ആന്റണി, തുടരാം.